സംസ്ഥാനത്ത് കടുത്ത വേനലാണ്. ഈ വേനലിലും മഞ്ഞു മൂടിക്കിടക്കുന്ന സ്ഥലമുണ്ട് ഇടുക്കിയിൽ. അത് കാണണമെങ്കിൽ മൂന്നാർ ഗ്യാപ് റോഡിലേക്ക് പോകണം. സംസ്ഥാനം വെന്തുരുകുമ്പോഴും ഗ്യാപ് റോഡിലെ കോടമഞ്ഞ് കണ്ണിനും മനസ്സിനും കുളിർമയേകും. സംസ്ഥാനത്ത് ഉഷ്ണതരംഗവും വേനൽ ചൂടും കടുക്കുമ്പോൾ തണുപ്പ് തേടി മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് അത്ഭുത കാഴ്ചയാവുകയാണ് ഗ്യാപ് റോഡിൽ പെയ്തിറങ്ങുന്ന കോടമഞ്ഞ്. കടുത്ത ചൂടിൽ ആശ്വാസം തേടി മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് പച്ച വിരിച്ച മലനിരകൾ കണ്ട ശേഷം മൂന്നാർ ബോർഡുമിട്ട് ദേശീയപാതയിലൂടെ സഞ്ചരിച്ചാൽ ഗ്യാപ് റോഡിലെത്താം. മലൈക്കള്ളൻ ഗുഹയും ഗ്യാപ് റോഡ് വ്യൂ പോയിന്റും അരിക്കൊമ്പന്റെ ചിന്നക്കനാലും ആലിയിറങ്ങൽ ജലാശയവും ആസ്വദിച്ച് ചോളനാട്ടിലേക്കും യാത്രയാകാം. ഗ്യാപ് റോഡിലും സമീപ പ്രദേശങ്ങളിലുമായി അടുത്തുള്ള ആളുകളെ പോലും കാണാൻ കഴിയാത്ത വിധമാണ് കോടമഞ്ഞ് പെയ്തിറങ്ങുന്നത്. വേനൽക്കാലത്ത് ഇത് കൗതുക കാഴ്ചയാണ്. ഈ കാഴ്ച കാണുവാനും തണുപ്പ് ആസ്വദിക്കാനുമായി ദിനം പ്രതി നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് മൂന്നാറിൽ വന്നാൽ കുറച്ച് തണുപ്പ് കിട്ടും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇത്രയും കോടമഞ്ഞും തണുപ്പ് അനുഭവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഇപ്പൊ നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് മനസ്സിനും ഒക്കെ ഒരു സന്തോഷമാണ് ഇവിടെ വന്നപ്പോൾ. ചില സമയങ്ങളിൽ ഗ്യാപ് റോഡിൽ നിന്നും താഴേക്ക് നോക്കിയാൽ പുഴ പോലെ ഒഴുകുന്ന കോടമഞ്ഞ് മാത്രമേ കാണാൻ കഴിയൂ. സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ സമീപത്തെ വഴിയോര കച്ചവടക്കാർക്കും ഇത് സുവർണ കാലമാണ്. நிறைய டூரிஸ்ட்லாம் வராங்க. இதனால இங்கே எங்களுக்கு என்ஜாய்மெண்ட் இருக்குது, வரவங்களுக்கு என்ஜாய்மெண்ட் இருக்குது. அப்புறம் அவங்களுக்குலாம் சூடு இருக்கிறதுனால இங்கே வராங்க. அப்புறம் டூரிஸ்ட்லாம் நிறைய வராங்க, வியூ பாயிண்ட் பார்க்குறாங்க, எல்லாம் சூப்பராக இருக்குன்றாங்க. മൂന്നാറും പരിസര പ്രദേശങ്ങളിലും തണുത്തു തുടങ്ങിയതോടെ ദിനം പ്രതി മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ ഗ്യാപ് റോഡാണ് ഏവരുടെയും ഇഷ്ട കേന്ദ്രമായി മാറുന്നതും. ജനം, ഇടുക്കി.